രാജ്യം 18ാമത് പൊതു തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ നടക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിൻ്റെ വിളംബരങ്ങളും മറ്റുമൊക്കെ വന്നു കഴിഞ്ഞു. ഈ തിരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പുരോഗമന മതേതര രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം കേരളത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ സംവാദവിധേയമായ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ ഇതിന് വളരെയധികം അന്താരാഷ്ട്ര പ്രാധാന്യവും വന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ മാത്രമല്ല, ലോകത്താകമാനം ജനാധിപത്യത്തിന് അത് വളക്കൂറാകുമോ, അത് ജനാധിപത്യത്തെ പിന്നോട്ടടിക്കുമോ, അത്തരത്തിലുള്ള ആശയപരമായ വിഷയങ്ങൾ കൂടി ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടിലുമൊക്കെ ഇതിന് വളരെ പ്രാധാന്യം നമ്മളും ലോകവും ഇന്ത്യയുമൊക്കെ നൽകുന്നത്. ഏതൊരു തിരഞ്ഞെടുപ്പും ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കരുതുന്നത് നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രമായി തുടർന്നു എന്നതാണ്. ഒരു ജനാധിപത്യമായി തുടരാതിരിക്കുവാൻ, അതിനെ പിന്നോട്ട് വലിക്കുവാൻ പര്യാപ്തമായ വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് വിസിബിളായിട്ടുള്ള അതുപോലെ തന്നെ അണ്ടർലൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾ കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നടത്തുകയും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഒരു ജനാധിപത്യമായി തുടർന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. അത് തുടരുവാൻ നമ്മളെ സഹായിച്ചത് കൃത്യമായ കാലയളവുകളിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തി അവിടെ വളരെ സമാധാനപരമായ മാർഗത്തിലൂടെ ഒരു സർക്കാരിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനൊക്കെ ഒരു ജനാധിപത്യ സ്വഭാവമുണ്ടായിരുന്നു. അത് ഇന്ത്യ ജനാധിപത്യത്തിന്, ലോക ജനാധിപത്യത്തിന് നൽകിയ വലിയ സംഭാവനയായിട്ടാണ് വിലമതിക്കുന്നത്, കാണുന്നത്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് വലിയ പ്രസക്തിയുണ്ട്. അത് ഉന്നയിക്കുന്ന വിഷയങ്ങളിലും ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ സഖ്യം, സമവാക്യങ്ങൾ, പാർട്ടികൾ ഇവയൊക്കെ ഏതായിരിക്കുമെന്ന അർത്ഥത്തിലെല്ലാം ഇതിനൊരു പ്രാധാന്യമുണ്ട്. നമ്മളിതിനെ ഇവിടെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഏതൊരു തിരഞ്ഞെടുപ്പിലും ആ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും സവിശേഷമായി സ്വാധീനിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ, പ്രദേശത്തിൻ്റെ രാഷ്ട്രീയമാണ്. കേരളത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്. ഏത് തിരഞ്ഞെടുപ്പായിരുന്നാലും, അത് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണെങ്കിലും സംസ്ഥാന അസംബ്ലിയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണെങ്കിലും അതിലെ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. കോൺഗ്രസും മറ്റും നേതൃത്വം നൽകുന്ന ഒരു വലതുപക്ഷ സ്വഭാവമുണ്ട്. അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് പോലെ BJP മുന്നോട്ട് വയ്ക്കുന്ന കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ളൊരു വലതുപക്ഷ രാഷ്ട്രീയ സ്വഭാവവും അതിനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയം ഏത് തിരഞ്ഞെടുപ്പിലും വളരെ പ്രസക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇതൊരു ദ്വികക്ഷി മുന്നണി രാഷ്ട്രീയമാണെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ നടന്ന മിക്കവാറും തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഈ 2 മുന്നണികളിൽ ഏതെങ്കിലും ഒന്ന് അധികാരത്തിൽ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അവിടേക്ക് കടന്നു കയറുവാൻ ശ്രമിക്കുന്ന BJP ഈ തിരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന 1-2 തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയൊരു സാന്നിധ്യമായി വരുന്നുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയം, രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊരു തിരഞ്ഞെടുപ്പിനെയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥിയുടെ മികവ് രാഷ്ട്രീയം കഴിഞ്ഞാൽ ഏറ്റവും അധികം തിരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ആ സ്ഥാനാർത്ഥി എങ്ങനെയുള്ള ആളാണ്, അതിൻ്റെ വെളിച്ചത്തിൽ വോട്ട് ചെയ്യുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ കേരളത്തിലും രാജ്യത്താകമാനമുണ്ട്. പിന്നീട് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള സവിശേഷമായ സാഹചര്യങ്ങൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ചില തിരഞ്ഞെടുപ്പുകൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ മുന്നണിയോ സ്വീപ്പ് ചെയ്താൽ തന്നെ ചില മണ്ഡലങ്ങളിൽ, ചില കോർണറുകളിൽ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ 2 സ്ഥാനാർത്ഥിയൊക്കെ ജയിച്ചു കയറുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ സവിശേഷമായ ഡെമോഗ്രഫി ആകാം,
അവിടുത്തെ പ്രത്യേകമായ പ്രശ്നങ്ങളായിരിക്കാം, രാഷ്ട്രീയ സമവാക്യങ്ങളാകാം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. ഈ നടക്കാൻ പോകുന്ന 18ാം പൊതുതിരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ടാണ്. നിരീക്ഷിച്ചാൽ 2 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന്, കേരളത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയപരമായ ചില വിഷയങ്ങളാണ്. ഈ ആശയപരമായ വിഷയങ്ങളിൽ തന്നെ കേരളത്തിലെ പ്രബലമായ 2 മുന്നണികളും ഉയർത്തുന്ന വിഷയങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ആശയപരമായി എതിർക്കുന്നതിൻ്റെ ഭാഗമായി ഇവരെടുക്കുന്ന നിലപാടുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പൗരത്വ നിയമവും നാഷണൽ സിറ്റിസൺഷിപ്പ് രജിസ്ട്രിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. അതങ്ങനെ കേരളത്തിൽ ഉന്നയിക്കപ്പെടാനുള്ളൊരു പ്രധാന കാരണം കേരള രാഷ്ട്രീയം BJPയുടെ ആശയത്തോട് ഒരു അനിഷ്ടം കാണിക്കുന്ന രാഷ്ട്രീയമാണ്. അത് നമ്മൾ കേരളത്തിൻ്റെ ഇടതുപക്ഷ പുരോഗമന മതേതര രാഷ്ട്രീയമാണ്. അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല, അത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വലതു മുന്നണിക്കും അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 മുന്നണികളും ഞങ്ങളാണ് ഏറ്റവും ശക്തമായി BJPയെ എതിർക്കുന്നത് ആശയപരമായി എന്ന് വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതിലൂന്നി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളും പരിപാടികളും പരസ്യങ്ങളും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. LDFൻ്റെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ LDF ഇന്ത്യക്ക് ആവശ്യമാണ്, LDF ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന ആശയമാണ്, എന്ന മുദ്രാവാക്യമാണ്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ചില വിഷയങ്ങൾ കേരളത്തിൽ അതിശക്തമായിട്ട് ഉന്നയിച്ച് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ BJPക്ക് ഓടുള്ളൊരു അനിഷ്ടം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ, പ്രത്യേകിച്ചും അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ വോട്ടാക്കി മാറ്റുവാനുള്ളൊരു വലിയ ശ്രമം 2 മുന്നണികളും മത്സരിച്ച് നടത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ മാറി നിന്നുകൊണ്ട് പൗരത്വ നിയമത്തെയും അതുപോലെയുള്ള ആശയപരമായി BJPയെ എതിർക്കുവാൻ ഞങ്ങളാണ് ഫലപ്രദമായി എതിർക്കുന്നത്, ഞങ്ങൾക്കാണ് അതിന് ശേഷിയുള്ളത് എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മൾ കാലാകാലങ്ങളായിട്ടുള്ള സർവേകളും പഠനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ കേരളത്തിൽ നിന്ന് BJPക്ക് സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെ ഒരു ചരിത്രമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഒക്കെയുള്ള സീറ്റുകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു BJP വിരുദ്ധത കേരള രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് തന്നെ ഈ 2 മുന്നണികളും BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെയും ഇന്ത്യൻ ജനാധിപത്യത്തെയും സംരക്ഷിക്കുവാനൊക്കെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളാണ് എന്ന് പറയുന്നു. ഇതിൽ വലിയൊരു വൈരുദ്ധ്യവുമുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ മുന്നണിയാണ് BJPയെ ദേശീയ രാഷ്ട്രീയത്തിൽ എതിർക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഇന്ത്യ മുന്നണിയിലെ 2 പ്രബല കക്ഷികൾ തങ്ങളിൽ ആരാണ് കൂടുതൽ BJPയെ എതിർക്കുന്നത് എന്ന മത്സരത്തിലാണ്. അപ്പോൾ അതിൽ ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കും, ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരെ തിരഞ്ഞെടുക്കുന്നതാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഇതിന് നല്ലത് എന്നുള്ളത് ജനങ്ങളുടെ വോട്ടിങ്ങിലെ വളരെ നിർണായകമായ അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിർണായകമായൊരു ഘടകമാണ്. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് പ്രസക്തമാണോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ സമുന്നതരായ ചില നേതാക്കളൊക്കെ ഇവിടെ മത്സരിക്കുന്നത് എത്രമാത്രം ശരിയാണ്, അത് ഇന്ത്യ മുന്നണിക്ക് എത്രമാത്രം ഗുണകരമാകുമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ 2 കോണുകളിൽ നിന്ന് വരികയും കോൺഗ്രസും CPMും അവരുടെ സമുന്നതരായ നേതാക്കൾ പരസ്പരം അങ്ങോട്ട് അതിശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇവിടെ BJP വിരുദ്ധ വോട്ടുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സാന്നിധ്യം ഉറപ്പിക്കുവാനുള്ളൊരു ശ്രമം കൂടി ഈ ദേശീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നതിനോടൊപ്പം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പിനൊരു പ്രാദേശിക സ്വഭാവം കൂടിയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ആരാണ് പ്രസക്തർ എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരം കൂടെ ഇതിൻ്റെ അടിയിൽ അണ്ടർലൈങ് ആയി ഉണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. അതിൻ്റെ ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർക്കാണ് BJPയെ ശക്തമായി എതിർക്കാൻ കഴിയുന്നത്, അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലെ മാത്രമുള്ളൊരു സാഹചര്യത്തിലാണോ ജനങ്ങൾ അതിനെ കാണുന്നത്, അതോ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി അതിനെ കാണുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും UDFനോ LDFനോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഏതൊരു തിരഞ്ഞെടുപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ പരമപ്രധാനമായി ജനങ്ങളെ
ഇത്തരത്തിലുള്ള ദേശീയ ആശയപരമായ വിഷയങ്ങൾക്ക് അപ്പുറത്ത്, ഇപ്പോൾ ഇന്ത്യ എന്ന ആശയം, അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ LDF ഉന്നയിക്കുന്ന രാഷ്ട്രീയം, ഇതൊക്കെ ആശയപരമായി ഒരു വിഭാഗത്തെ സ്വാധീനിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ സ്വാധീനിക്കുന്നത് ഇത്തരത്തിലുള്ള ആശയപരമായ വിഷയങ്ങളൊന്നുമല്ല, മറിച്ച് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ, ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ LDF കഴിഞ്ഞ ഏകദേശം 7-8 വർഷമായി കേരളം ഭരിക്കുകയാണ്. രണ്ടാമത്തെ ടേം LDF അധികാരത്തിൽ വന്നതോടുകൂടി കേന്ദ്രത്തിലും അതുപോലെ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായിട്ട് ഏകദേശം 10 വർഷമാകുന്നു. അപ്പോൾ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ആർക്കാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരുടെ ഗവൺമെൻറ്റാണ് കൂടുതൽ ഫലപ്രദമായി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ആർക്കാണ് പരാജയം എന്നുള്ളത് ആശയപരമായ സംഘർഷങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത്, അതായത് ജനങ്ങളുടെ സ്വാഭാവികമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കൂടി വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും കേരളത്തിൻ്റെ കഴിഞ്ഞ 7 വർഷമായി LDF ഭരിക്കുന്നു, 10 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് NDA ഭരിക്കുന്നു. അപ്പോൾ ആരാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി, അല്ലെങ്കിൽ അവർ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ, അത് തൊഴിലില്ലായ്മയാകാം, വിലക്കയറ്റമാകാം, അഴിമതി സംബന്ധമായ ആരോപണങ്ങളാകാം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഭരിക്കുന്നത്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ദൈനംദിന പ്രശ്നത്തിൻ്റെ ഭാഗമായി അതിനെയാണ് അതിൻ്റെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് വരുന്ന ഒരു വികാരത്തെയാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണ അനുകൂല വികാരം എന്ന രീതിയിൽ കാണാവുന്നത്. ഇപ്പോൾ ചില സർവേകളും പഠനങ്ങളും ഒക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ചില കാര്യങ്ങളുണ്ട്, ശക്തമായ നേതൃത്വമുണ്ടെന്ന് പറയുന്നു. ഇന്ത്യ ലോകത്തെ അറിയപ്പെടുന്ന, ഗണിക്കപ്പെടാവുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്, വളർച്ച ഉണ്ട്, സ്വാധീനമുണ്ട്, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒരു വശത്ത് പറയുമ്പോൾ, മറുവശത്ത് ജനങ്ങളുടെ ദൈനംദിനമായ പ്രശ്നങ്ങൾ, അത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണെങ്കിലും വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇരു ഗവൺമെൻറ്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ട്. ജനങ്ങൾ ആ വിഷയങ്ങൾ ജനങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണവ. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ആശയപരമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്ത് സർക്കാരിൻ്റെ പരാജയവും അല്ലെങ്കിൽ സർക്കാർ വരുത്തിയ വീഴ്ചകളുമൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതും വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. അപ്പോൾ ഈ വോട്ടിംഗ് പ്രതിഫലനത്തിൽ നിലവിലെ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ളെങ്കിൽ, അത് ഒരു അനുകൂല തരംഗമാണെങ്കിൽ അത് LDFന് അനുകൂലമായി വരും, മറിച്ച് അതൊരു പ്രതികൂല തരംഗമാണെങ്കിൽ UDFന് അനുകൂലമായി വരും. അതായത് സർക്കാരിന് എതിരായിട്ടുള്ളൊരു ചിന്തയാണ് ജനങ്ങളുടെ ഇടയിൽ ഉള്ളതെങ്കിൽ അത് UDFന് അനുകൂലമായി വരാം. ഇവിടെ എന്തുകൊണ്ട് അത് കേന്ദ്രം 10 വർഷം തുടർച്ചയായി ഭരിക്കുന്ന BJPക്ക് അനുകൂലമായി വരുവാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയാൻ കഴിയുന്നത്, കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആശയപരമായി BJPയോട് ഒരു അനിഷ്ടം കാണിക്കുന്ന രാഷ്ട്രീയമാണ്. BJPയുടേതായ സ്വാധീനമുണ്ട്, 15% വോട്ട് അല്പം കൂടി കുറഞ്ഞ നിലവിൽ ഉണ്ട്. അതിനപ്പുറത്ത് ഉള്ള വോട്ട് ശതമാനമാണ് പലപ്പോഴും ഇവിടെ വിജയെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഭരണ അനുകൂല വികാരം കേരളത്തിലുണ്ടോ, കേന്ദ്രത്തിന് അനുകൂലമായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ മോദി ഗവൺമെൻറ്റിന് അനുകൂലമായി ചില ചിന്തകളുണ്ടെങ്കിൽ അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കാത്തതിൻ്റെ കാരണം ഈ ആശയപരമായ അനിഷ്ടത്തിൽ അത് വോട്ടായി മാറാൻ സാധ്യത കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ്. അപ്പം കേരളത്തിലെ സർക്കാരിനോട് അല്ലെങ്കിൽ ഈ 2 സർക്കാരുകളോടും ജനങ്ങൾ എപ്രകാരം പ്രതികരിക്കുന്നു, ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് ഈ വോട്ടിങ്ങിലെ ഒരു നിർണായക ഘടകമാകുവാനുള്ള സാധ്യതയുണ്ട്. അത് ആർക്കനുകൂലമായി വരും, LDFനാണോ UDFനാണോ? ഇവിടെ ഞാൻ BJP മാറ്റി നിർത്താനുള്ള കാരണം സൂചിപ്പിച്ചല്ലോ. കേരളത്തിൻ്റെ ഒരു ദികക്ഷി മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ കൂടി, മുന്നണിയാണെങ്കിൽ കൂടി BJPക്ക് വിജയിക്കുവാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ 2 മുന്നണികളുമാണ് ഏറ്റവും ശക്തമായി തെരഞ്ഞെടുപ്പ് വേദിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുന്നത്. ഈ 2 കാരണങ്ങളിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളെയും നമുക്ക് കൂട്ടിയിണക്കുവാൻ കഴിയും. ഈ 2 കാര്യങ്ങളിലാണ് ഇവിടുത്തെ ന്യൂനപക്ഷം എപ്രകാരം വോട്ട് ചെയ്യും, ഹിന്ദു വിഭാഗത്തിലെ തന്നെ വിവിധ ജാതി വിഭാഗങ്ങൾ എപ്രകാരം വോട്ട് ചെയ്യും എന്നതെല്ലാം ഈ 2 വിഷയങ്ങളിൽ ഊന്നി വിവിധ ജനവിഭാഗങ്ങൾ എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് ന്യൂനപക്ഷങ്ങളായിരുന്നാലും വിവിധ ജാതി വിഭാഗങ്ങളാണെങ്കിലും അവരുടെ വോട്ടിംഗ് പാറ്റേണിലും ഈ ഒരു പ്രവണത കാണുവാൻ നമുക്ക് സാധിക്കും. ഇത് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ 2 പാറ്റേണും ചേർന്ന് ഒരു പൊതുപ്രവണത സൃഷ്ടിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ആ പൊതുപ്രവണതയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അതിനുള്ള സമാനമായ രാഷ്ട്രീയ അല്ലെങ്കിൽ കാരണങ്ങളല്ല അതിലേക്ക് നയിക്കുന്നത്, മറിച്ച്
മറ്റൊരു തലത്തിൽ ഇപ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൽ ആരധികാരത്തിൽ വരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വോട്ടിങ്ങായി മാറുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു പോളറൈസേഷൻ കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് വോട്ടിങ്ങിന് ശേഷം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതിന് ഈ രണ്ട് ഘടകങ്ങളും ആ ഒരു പോളറൈസേഷനിൽ അങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ രണ്ട് ഘടകങ്ങളും നിർണായകമാണ് എന്ന വിലയിരുത്തലാണുള്ളത്. ഇനി ഇങ്ങനെ ഒരു കോമൺ പാറ്റേൺ, ഒരു വോട്ടിംഗ് പാറ്റേൺ ഇവിടെ ഉണ്ടാകുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇതൊന്നും പ്രവചിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ജനങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇതിനപ്പുറത്ത് വോട്ടിങ്ങിനെ സ്വാധീനിക്കുവാൻ കഴിയുന്നത് ചില മണ്ഡലങ്ങളിലെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അത് ചിലപ്പം ചില മണ്ഡലങ്ങളിലെ തീരദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ചാലക്കുടി പോലുള്ള മണ്ഡലങ്ങളിൽ കിഴക്കമ്പലത്ത് 2020 ഒരു രാഷ്ട്രീയ സ്വാധീനമാകാം, ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകമായ മികവായിരിക്കാം, ആ പ്രദേശത്തെ ചില പ്രാദേശിക പ്രശ്നങ്ങളായിരിക്കാം. ഇതൊക്കെ ഈ ജനറൽ പാറ്റേണിന് അപ്പുറത്ത് ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികളെയൊക്കെ വിജയിപ്പിക്കുവാനോ തോൽപ്പിക്കുവാനോ കാരണങ്ങളായി മാറുവാനും സാധ്യതയുണ്ട്. അപ്പം പൊതുവേ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് പൊതുപ്രവണതകളിൽ നിന്ന്, രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ നിന്ന് ഒരു പാറ്റേൺ ഇവോൾവ് ചെയ്യുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് എപ്രകാരമായിരിക്കുമെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധ്യതയില്ല. പക്ഷേ ഈ രണ്ട് ഘടകങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഈ സൂചിപ്പിച്ചതുപോലെ ആയിരിക്കും കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ നിർണായകമാകുവാൻ സാധ്യത. നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ നമുക്ക് അത് എപ്രകാരമാണ് സംഭവിച്ചതെന്ന് പറയുവാനും കഴിയും. ഇനി ഇതല്ല മറ്റൊരു രീതിയിലാണോ വോട്ടിംഗ് നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ കഴിയില്ല. അതല്ല നമ്മൾ വിലയിരുത്തുന്നതിനപ്പുറത്ത്, ഈ വിലയിരുത്തലുകൾക്ക് അപ്പുറത്ത് വേറൊരു വോട്ടിംഗ് രീതിയാണ് ജനങ്ങൾ സ്വീകരിച്ചതെങ്കിൽ നമ്മൾ പറഞ്ഞതിന് പ്രസക്തിയും കാണും. അപ്പോൾ കേരളത്തിൻ്റെ തനതായ രാഷ്ട്രീയത്തിൽ ആർക്ക് ഏത് മുന്നണിയാണ് പ്രസക്തമായിട്ടുള്ളത്, BJP എതിർക്കുന്നതിൽ ഏത് മുന്നണിക്കാണ് സ്വാധീനമുള്ളത്, അത് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി മത്സരിക്കുന്ന രണ്ട് മുന്നണികൾ, ഈ രണ്ട് മുന്നണികൾക്കപ്പുറത്ത് ഞങ്ങൾക്ക് സ്വീകാര്യതയുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി. അപ്പോൾ ഈ മൂന്ന് മുന്നണികളുടെ ഒരു പ്രചരണ യുദ്ധമാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടത്. അതിൽ ആരുടെ വാദമാണ്, ഏത് തരത്തിലാണ് ജനങ്ങളത് സ്വീകരിക്കുക എന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രധാനമായി സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളിൽ നിന്നുകൊണ്ട്, അതായത് BJPയോടുള്ള ഒരു അനിഷ്ടം മുതലെടുക്കുവാൻ ശ്രമിക്കുന്ന രണ്ട് മുന്നണികളുടെ രാഷ്ട്രീയം, അത് കേരളത്തിൽ അവർക്ക് എങ്ങനെ വേരുറപ്പിക്കുവാൻ സാധിക്കുമെന്നതും, അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന രണ്ട് ഫാക്ടേഴ്സിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തീരുമാനങ്ങളുമൊക്കെ ആയിരിക്കും ജനങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുക.